ജീവിതം വഴിമുട്ടി എന്ന് പറഞ്ഞാൽ ജീവിതം അപ്പം പോകുന്നത്. കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. മന്ത്രി ഇതൊന്നും അറിയണ്ടോന്ന് അറിയാൻ പാടില്ല. രാത്രി എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്ന് മരിക്കുകയേ നിവർത്തിയുള്ളൂ. ഞങ്ങളുടെ വീടുകളിലേക്ക് വോട്ട് ചോദിച്ച് ഒരു പാർട്ടിയും വരണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഈ കേരളത്തിലുള്ള ഈ കർഷക ജനതയെ മുഴുവൻ പുറത്താക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരു വലിയ മാഫിയ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രൂപയും സർക്കാരിന് വേണ്ട. ഇവിടുത്തെ മണ്ണ് മാഫിയക്കാരെ ഏൽപ്പിച്ചാൽ മതി. അവരിത് സൗജന്യമായിട്ട് ചെയ്തു. അവനവന്റെ ഇറച്ചി കയറുമ്പോഴാണ്, കത്തി കയറുമ്പോഴാണ് അവനവന് വേദന ഉണ്ടാവുള്ളൂ. നമസ്കാരം. ഞങ്ങൾക്ക് ചിലതൊക്കെ പറയാനുണ്ട്. ഷെക്കേന ന്യൂസ് ഒരുക്കുന്ന ജനങ്ങൾ അതിഥികളായി എത്തുന്ന ഈ ജനകീയ ചർച്ചാ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നാം ഇപ്പോൾ നിൽക്കുന്നത് കോതമംഗലം രൂപതയിലെ കോട്ടപ്പടി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി അങ്കണത്തിലാണ്. കാടിറങ്ങി വരുന്ന വന്യമൃഗങ്ങൾ മൂലം വളരെ നാളുകളായി ഈ മേഖലയിലെ ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണ്. വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. കാട്ടാനയുടെ ആക്രമണം മൂലം, മറ്റ് കാട്ടുമൃഗങ്ങളുടെ ആക്രമണം മൂലം പരിക്കേറ്റ് ജീവിക്കുന്ന രക്തസാക്ഷികളായി കഴിയുന്ന അനേകർ നമ്മുടെ ഇടയിലുണ്ട്. എല്ലുമുറിയെ പണിയെടുത്ത കൃഷിഭൂമി ഒരു സുപ്രഭാതത്തിൽ കാട്ടുമൃഗങ്ങൾ നശിപ്പിക്കുന്നത് വേദനയോടെ നോക്കി നിൽക്കേണ്ട ഒരു ഗതികേടിലാണ് ഇന്ന് കോതമംഗലത്തെ കർഷകർ. കനകം വിളഞ്ഞിരുന്ന കോതമംഗലത്തെ കൃഷിഭൂമികൾ ഇന്ന് കാട്ടുമൃഗങ്ങൾ കയ്യേറിയിരിക്കുന്നു. ഇസ്തിരിയിട്ട് വെച്ച ഷർട്ടിൽ മരപ്പട്ടിയുടെ മൂത്രം വീണു എന്ന് പറഞ്ഞ് വേദനിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങൾ ചോര വീഴ്ത്തുന്ന മലയോര മേഖലയിലെ കർഷകരുടെ വേദന കാണാതെ പോകുന്നത്? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഭരണകൂടങ്ങൾ കുറ്റകരമായ അനാസ്ഥ പുലർത്തുമ്പോൾ കോതമംഗലത്തെ ഈ പാവപ്പെട്ട കർഷക ജനതയ്ക്കും ചിലതൊക്കെ പറയാനുണ്ട് ഈ ഭരണകൂടത്തോട്, ഈ പൊതുസമൂഹത്തോട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട അതിഥികൾ ഇവിടെ വന്നിരിക്കുന്ന ഈ കർഷക ജനത തന്നെയാണ്. അവരെ ഏറ്റവും ആദ്യമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ ഒരു ചർച്ചയിൽ വിദഗ്ധ അഭിപ്രായം പങ്കുവയ്ക്കുവാൻ വേണ്ടി കോട്ടപ്പടി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റുണ്ട്. ഒപ്പം തന്നെ പൊതുപ്രവർത്തകൻ ശ്രീ ജെറിൽ ജോസ് ഉണ്ട്. ഒപ്പം ജനപ്രതിനിധി, പ്രത്യേകിച്ച് ഈ വന്യമൃഗശല്യം രൂക്ഷമായ ആ ഒരു മേഖലയിലെ ജനപ്രതിനിധി ശ്രീ സന്തോഷ് അയ്യപ്പനുണ്ട്. മൂന്നുപേരെയും ഈ ഒരു ജനകീയ ചർച്ചാ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം അച്ഛൻ വളരെ നാളുകളായി ജനങ്ങളുടെ ഇടയിൽ വളരെ ശക്തമായി തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും മാധ്യമങ്ങളിൽ വയനാട്, ഇടുക്കി പോലുള്ള പ്രദേശങ്ങളിലെ വാർത്തകൾ നിറയാറുണ്ട്. ഈ കോതമംഗലം ഈ ഒരു മേഖലയിൽ എത്രത്തോളം രൂക്ഷമാണ് ഈ കാട്ടാനയുടെയും ഈ വന്യമൃഗങ്ങളുടെയും ഒക്കെ ആക്രമണങ്ങൾ? കോതമംഗലത്തെ 4 പഞ്ചായത്തുകൾ വളരെ ഗൗരവമായ രീതിയിലും ഒരു പഞ്ചായത്ത് ഭാഗികമായ രീതിയിലും വന്യജീവി ശല്യം കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലുണ്ട്. കുട്ടമ്പുഴ, കോട്ടപ്പടി, പിണ്ടിമന പഞ്ചായത്തുകൾ മനുഷ്യർക്ക് ജീവിക്കാനാവാത്ത തരത്തിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. കീരമ്പാറ പഞ്ചായത്തിലൂടെ ആളുകൾക്ക് കടന്നു പോകാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു ഗൗരവമാണ്. നമ്മുടെ കവളങ്ങാട് പഞ്ചായത്തിൻ്റെ പല മേഖലകളിലും ഇന്ന് വന്യജീവി ശല്യം അതിരൂക്ഷമായിട്ട് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോതമംഗലത്തിൻ്റെ മേഖലകളിൽ വന്യജീവികൾ ആധിപത്യം പുലർത്തുമ്പോൾ അതിനോട് ഒന്നും ചെയ്യാനായിട്ട് കഴിയാത്ത ഒരു ഭരണ സംവിധാനത്തെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചില മേഖലകളിൽ ഇലക്ട്രിക്കൽ ഫെൻസിങ്ങുമായിട്ട് വനം വകുപ്പും അതുപോലെ ഭരണ സംവിധാനങ്ങളും ഇടപെടലുകൾ നടത്തിയെങ്കിലും അതൊക്കെ പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഇനിയും ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ വെച്ചാൽ പലപ്പോഴും ഈ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട ഒത്തിരിയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി വലിയൊരു ഇമ്പാക്ട് അല്ലേ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇമ്പാക്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോകാൻ പേടിക്കുന്നു, വീട്ടമ്മമാര് ഭയപ്പെടുന്നു, കൃഷിഭൂമിയിൽ തങ്ങളുടെ കൃഷി പരിപാലിക്കാൻ പലരും ഭയപ്പെടുന്നു. ഒപ്പം സാമൂഹ്യമായിട്ടുള്ള പല ഇമ്പാക്റ്റുകൾ ഇവിടെ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിൽ ഈ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിസന്ധികൾ, അതും വലിയൊരു ഫാക്ടർ തന്നെയല്ലേ? ഞാൻ ഇതിനെ 3 തരത്തിലൊന്ന് കാണാനായിട്ട് ആഗ്രഹിക്കും. ഒന്നാമത്തെ കാര്യം മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു അരക്ഷിതാവസ്ഥയുണ്ട്. കാരണം വീട് നാളെ എങ്ങനെയാകുമെന്ന് അറിയത്തില്ല,
വീട്ടിലെ സാമ്പത്തിക സ്ഥിതി നാളെ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, കാരണവന്മാരുടെ ജീവിതം എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, കുട്ടികളുടെ തന്നെ ജീവിതം എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. ശരിക്കും ഒരു വല്ലാത്തൊരു അരക്ഷിത ബോധത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഈ കുട്ടമ്പുഴ ആയിരുന്ന സമയത്ത് അവിടെ നടത്തിയ ഒരു പഠനത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഈ സ്ഥിരമായിട്ട് വന്യജീവി ശല്യമുള്ള പ്രദേശങ്ങളിലെ ആളുകൾക്ക് പ്രഷർ ഭയങ്കര ഹൈ ആകാറുണ്ട്. കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. 8 മണിക്ക് ഒരാൾ പോയി കിടന്നു കഴിഞ്ഞാൽ 10 മണിയാകുമ്പോൾ ആന വരുമ്പോൾ എഴുന്നേക്കേണ്ടി വരാറുണ്ട്, 2 മണിക്ക് എഴുന്നേക്കേണ്ടി വരാറുണ്ട്, വീണ്ടും 4 മണിയാകുമ്പോൾ ഇറങ്ങി വെട്ടാൻ പോകുമ്പോൾ അവിടെ ആനയെ കാണേണ്ടി വരുന്നുണ്ട്. വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലേക്ക് ഈ ആളുകൾ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഭയാനകമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു മാനസിക നില വല്ലാത്ത രീതിയിൽ ഈ വന്യമൃഗങ്ങൾ വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് തന്നെ നമ്മൾ കാണേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക മേഖലയാണ്. സാമ്പത്തിക മേഖലയിലേക്ക് വരുമ്പോൾ ഈ വന്യജീവി ശല്യം ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഒരു കുടുംബം വളരെ സാമ്പത്തികമായി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു അവസരത്തിൽ ഒരു ദിവസം അവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പൈനാപ്പിൾ വെട്ടാൻ പോവുകയാണ്, അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കടങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ വീഴും, ഇങ്ങനെ വീട്ടാനായിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഒരു ദിവസം രാവിലെ ഇവർ പള്ളിമുറ്റത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം ചോദിക്കുമ്പോൾ ആ പൈനാപ്പിൾ തോട്ടത്തിൽ ആന കയറി പരിപൂർണമായിട്ട് തകർത്ത് കളഞ്ഞു. എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപയോളം പ്രതീക്ഷിച്ചെടുത്ത സ്ഥലത്ത് നിന്ന് 2000 രൂപ പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് ഈ ആന അത് പരിപൂർണമായിട്ട് തകർത്ത് കളഞ്ഞു. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി. അതുപോലെ തന്നെ ബാങ്കുകൾ ലോൺ കൊടുക്കുകയില്ല. അപ്പോൾ എന്ത് ചെയ്യും ആളുകൾ? കൊള്ളപ്പലിശക്കാരൻ്റെ കയ്യിലേക്കും ആപ്പ് ലോണുകളിലേക്കും പോയി പരിപൂർണമായിട്ട് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നൊരവസ്ഥ അവർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. മൂന്നാമത്തെ മേഖല എന്ന് പറയുന്നത് പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു പോകുക എന്നുള്ളതാണ്. വന്യജീവി ശല്യമുള്ള പ്രദേശങ്ങളാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കല്യാണം പോലും നടക്കാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഈ പ്രദേശങ്ങളൊക്കെ വല്ലാതെ ഇങ്ങനെ പുറകോട്ട് വലിക്കപ്പെട്ടു പോകുന്ന, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്ന ഒരു വേദനാജനകമായ ഒരു കാഴ്ച കൂടി ഉണ്ടാകുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യജീവന് വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് പ്രദേശങ്ങൾ പോകുന്നു എന്നുള്ളത് വളരെ വേദനയോടുകൂടെ തന്നെ നമ്മൾ നോക്കി കാണേണ്ട ഒരവസ്ഥയാണ്. അച്ഛൻ വളരെ കൃത്യമായിട്ട് തന്നെ അത് അവതരിപ്പിച്ചു. പ്രത്യേകിച്ച് മനുഷ്യജീവന് വിലയില്ലാതെ പോകുന്ന ഒരു അവസ്ഥ. ഏതൊക്കെ മേഖലകളെയാണ് ഈ ഒരു വിഷയം ഗുരുതരമായിട്ട് ബാധിക്കുക? ഞാൻ ജനങ്ങളിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് അച്ഛൻ സൂചിപ്പിച്ച കാര്യങ്ങൾ അതിന്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയിൽ കൃത്യമായി അനുഭവിച്ചറിഞ്ഞ പലരും ഈ കൂട്ടത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് മെയ്മോള് പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഇൻവോൾവ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ആദ്യമേ തന്നെ മെയ്മോളിലൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം രൂക്ഷമാണ് ഈ ഒരു മേഖലയിലെ പ്രതിസന്ധി, എത്രത്തോളം ദുരിതങ്ങളാണ് ഈ മേഖലയിൽ ജനങ്ങൾ അനുഭവിക്കുന്നത്? ഞാൻ 2 സെനാരിയോയിൽ 2 വശത്തു കൂടിയാണ് അതിനെ നോക്കിക്കാണുന്നത്. ഒന്ന്, ഞാൻ എൻ്റെ ഭൂമി എന്ന് പറയുന്നത് ഇവിടെ കോട്ടപ്പടിയുടെ അടുത്ത് തന്നെയുള്ള വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിലാണ് വരുന്നത്. കുർബാനപ്പാറ എന്ന് പറയുന്ന 4-ാം വാർഡിൽ. ആദ്യ സമയങ്ങളിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. 2018 2018 ആദ്യമായിട്ട് എൻ്റെ പറമ്പിൽ ആന ആക്രമിക്കുന്നത്. ആ സമയത്ത് ആനേനെ കാണാൻ ആനച്ചന്തം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് എൻ്റെ പറമ്പിൽ ആന കയറുന്ന സമയത്ത് തന്നെ ആന ഭയങ്കര അക്രമവാസന കാണിച്ചു. പക്ഷെ എല്ലാവരും ആനച്ചന്തം എന്ന് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു അത് ഈ ആനയുടെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമാണ്, നമ്മൾ അതിനെ ആസ്വദിക്കേണ്ടതാണെന്ന് വിചാരിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ഇന്നലെ എന്ന് പറയുന്നത് 2 മാർച്ച് 2024 ഇന്നലെ എൻ്റെ പറമ്പിൽ ആന കയറി. ഞാൻ അതിന് ഒരു തരത്തിൽ 2 ആനയാണ് ഒരേ സമയം കയറിയത്. 2 ആന ഒരേ സമയം കയറുമ്പോൾ നമുക്കതിന് ഒരാന ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ആനച്ചന്തം ആസ്വദിക്കാം എന്ന് പറയാം. പക്ഷെ 2 ആന വരുന്ന സമയത്ത് അതിന് ഭയങ്കര ഭയാനകമായൊരു അവസ്ഥയാണ്. മാത്രമല്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഈ പറയുന്ന പുരുഷന്മാര് കാവലിനിരിക്കണം എന്നില്ല. അപ്പൊ എൻ്റെ ബ്രദർ ജോലിക്ക് പോയ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന അമ്മ വേറെ അത്യാവശ്യത്തിന് പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് തന്നെ ആനേനെ ഓടിക്കാന്നൊക്കെ പറയുന്നത് വളരെ ഭയാനകമാണ്. ഈ ഒരു സമയത്ത് അത് ആനച്ചന്തമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിന് ഭയാനകമായ ഒരു വേർഷനിലേക്ക് പോയി. രണ്ടാമത്തെ ഒരു സെനാരിയോ, നമ്മളതിനെ എക്സ്പീരിയൻസ് ചെയ്യാണ്. നമ്മുടെ സ്വന്തം പറമ്പിലേക്ക് കയറുന്ന സമയത്ത് ഉറക്കം നഷ്ടപ്പെടുകയാണ്. ഇന്നലെ ആന കയറി, അതൊരു രസമായിട്ട് നമ്മൾ ആഘോഷിച്ചു, പടക്കം പൊട്ടിച്ചു, ഫയർ വർക്ക്സ് തീ കത്തിച്ചു, എല്ലാം ചെയ്തു, സെലിബ്രേറ്റ് ചെയ്തു. നാളെയും ആന കയറുകയാണ്, മറ്റന്നാളും കയറുകയാണ്. നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുകയാണ്. നമുക്ക് ഉറങ്ങാതെ ഒരു ദിവസം ആളുകളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അതായത് തല നേരെ നിന്നാലാണ് നമുക്ക് ഒരാളെ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ, ചിന്തിക്കാൻ പറ്റുള്ളൂ, പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, ആളുകളുമായിട്ട് ഇടപെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതൊന്നും നടക്കുന്നില്ല. പ്ലസ് ഞങ്ങളുടെ ഒരു ജീവിത ശൈലി എന്ന് പറയുന്നത് ഞങ്ങളുടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ജീവിക്കണം. അതായത് തെങ്ങിൽ നിന്ന് എടുക്കുന്ന തേങ്ങയാണ് ആ ഒരു വർഷത്തേക്ക് തേങ്ങയുമായിട്ടും വെളിച്ചെണ്ണയുമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ തെങ്ങുകൾ മറയ്ക്കുകയും അതുപോലെ തന്നെ നട്ടിരിക്കുന്ന വാഴ, എന്തുകൊണ്ട് നമ്മൾ സ്വന്തം പറമ്പിൽ വാഴ നടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ
വിഷമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള നമ്മുടെ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ വാഴ നടുന്നത്. അത് ആന നശിപ്പിച്ച് കളയുമ്പോൾ ആനയ്ക്കാണ് വിഷമില്ലാത്ത ഭക്ഷണം കിട്ടുകയും നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ടി വരുന്ന വിഷമുള്ള ഭക്ഷണമാണ്. അപ്പൊ നമ്മുടെ ഒരു ജീവിത ശൈലി തന്നെ ഇത്രയും നാളത്തെ മണ്ണിൽ പണിയെടുത്തുണ്ടാക്കിയ കൃഷിഭൂമിയിൽ നിന്ന് ഉണ്ടാക്കിയ വസ്തുക്കൾ കഴിച്ച് ജീവിച്ച നമ്മുടെ ജീവിത ശൈലി തന്നെ ഈ ആന കൊണ്ട് മാറ്റുകയാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. 90 ദിവസം ഞാനൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് എനിക്ക് അതിൽ 15 ദിവസം പോലും മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാൻ സാധിച്ചില്ല. ഒന്ന്, രാത്രി ആനേനെ പേടിക്കണം, അപ്പൊ പകല് നമ്മൾ കിടന്നുറങ്ങണം. പിന്നെ നമ്മുടെ ഈ ആങ്സൈറ്റി, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഉറക്കം വലിയൊരു ടെൻഷൻ മാത്രമാണ്. ഇതിന്റെ ഒരു രണ്ടാമത്തെ വശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആനച്ചന്തം ആസ്വദിക്കാൻ വേണ്ടി ഇപ്പോൾ മൂന്നാർ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ആന വന്നപ്പോൾ ഈ നാടുകളിൽ വളരെ സേഫ് ആയിട്ട് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഈ ആനയുടെ അടുത്തേക്ക് പോകുമ്പോൾ ആന പ്രൊവോക്ക് ആകുകയാണ്. അപ്പൊ നമ്മൾ ഒരേ സമയം വനത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണം. നാട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ആളുകൾ വനത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്കിടെ സുരക്ഷിതത്വം അതിനെ ബാധിക്കുകയാണ്. അപ്പൊ രണ്ട് രീതിയിലും അതിനെ അപ്രോച്ച് ചെയ്യണം. തീർച്ചയായിട്ടും വന നിയമങ്ങൾ വളരെ ശക്തമാകണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം 32 വർഷത്തോളം വന അതിർത്തിയിൽ ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വനത്തിന് സംരക്ഷണം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ വനത്തിൽ ജീവിക്കേണ്ട മൃഗങ്ങൾ നമ്മുടെ നാട്ടിലേക്കും ഇറങ്ങാൻ പാടില്ല. അതിന് കർശനമായ ഒരു നിയമ ഭേദഗതികളോ എന്തെങ്കിലും വരുത്തേണ്ടത് അനിവാര്യവും തന്നെയാണ്. വളരെ വ്യക്തമാണ്. ഞാൻ കർഷകരിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, ഒരു ആയുസിന്റെ ഒരു അധ്വാനം അത് ഒരു സുപ്രഭാതത്തില് ഈ ആനയും കാട്ടുമൃഗങ്ങളും ഒക്കെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചറിഞ്ഞ ആ ഒരു വേദന അനുഭവിച്ചവർക്ക് അതിന്റെ ഒരു തീവ്രത, ആ ഒരു പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. കർഷകരുടെ പ്രതികരണങ്ങൾ തേടുകയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ദുരിതങ്ങൾ, പ്രത്യേകിച്ച് പലപ്പോഴും ഇപ്പൊ വയനാടൊക്കെ കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിലുള്ള ജനകീയ ചർച്ചാ പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിച്ചപ്പോൾ അവർ വേദനയോട് പങ്കുവച്ചൊരു കാര്യമുണ്ട്. കൃഷിത്തോട്ടത്തിലേക്കൊന്ന് കൃഷി നനയ്ക്കാൻ പോലും പലരും ഭയപ്പെടുകയാണ്. ഏത് നിമിഷമാണ് ഈ കടുവയും ആനയും ഒക്കെ കടന്നു വരാന്ന് അവർ പേടിച്ചിട്ടാണ് കഴിയുന്നത്. അപ്പൊ കർഷകരുടെ ഒരു പ്രതികരണങ്ങൾ തേടുകയാണ്. ഈ ഗ്രൂപ്പിലെ കർഷകരൊന്ന് തങ്ങൾ കടന്നു പോകുന്ന ആ ഒരു പ്രതിസന്ധികളൊന്ന് പങ്കുവയ്ക്കുക. എൻ്റെ വീട് പ്ലാമുടിയിലാണ്. ഏകദേശം 7 വർഷമായി സ്ഥിരമായിട്ട് ആന വന്നുകൊണ്ടിരിക്കുകയാണ്. പറമ്പാകെ നശിപ്പിച്ചോ, കാലിന് കയ്യാലോ ഒന്നുമില്ല. ജീവിതം വഴിമുട്ടിയെന്ന് പറഞ്ഞ രീതിയിലാണ് അപ്പോൾ പോക്ക്. സർക്കാർ ഒന്നും ചെയ്യില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. ഒപ്പം തന്നെ ഈ കൂനിമേ കുരു എന്നൊക്കെ പറയുന്ന പോലെ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഈ കാർഷിക വിളകള് കാട്ടുമൃഗങ്ങൾ നശിപ്പിക്കുന്നു. അപ്പൊ അതിന് പകരമായിട്ട് ഈ കന്നുകാലികളെ ഒക്കെ വളർത്തുമ്പോൾ അതിനെയും ഈ മൃഗങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു. അതും വീണ്ടും പ്രതിസന്ധി ഇരട്ടിയാക്കുന്ന ഒരു സ്ഥിതിവിശേഷം. കന്നാലിനെ പിടിച്ചല്ല, ഭാര്യനെ പുലി പിടിച്ചു. അതിലും വലുതല്ല കന്നാലി. പിന്നെ ഈ രണ്ട് ദിവസം മുമ്പ് ഒരാടെ ആന ഉണ്ടാവും. ഇന്നലെ വന്നില്ല, മിനിഞ്ഞാന്ന് 4 നാളും കൂട്ടാ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഈ വനവകുപ്പിനോടും ഈ ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു മനോഭാവം, അവരൊന്നും ഒന്ന് ഓടിച്ചു തരും, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. വേണ്ടത്ര നഷ്ടപരിഹാരം മാത്രമായിട്ട് കിട്ടും. പണ്ട് കൊടുത്തതിൻ്റെ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പലതും കയ്യാല കളഞ്ഞതിൻ്റെ ഒന്നും തന്നിട്ടില്ല. റബ്ബറൊക്കെ ഒത്തിരി കളഞ്ഞു. അങ്ങനെ പോണു. എൻ്റെ പേര് ജോസ് എന്നാണ്. ഞാൻ പ്ലാമുടിയിൽ ഇപ്പോൾ പറഞ്ഞ ആളുടെ വീട് ഞങ്ങൾ അയൽവക്കമാണ്. അവിടെ ആന ഒരു ദിവസം എനിക്ക് പാലിൻ്റെ പരിപാടിയുണ്ട്. ഈ പശുവിനെ കറന്ന് പാല് കൊണ്ടുകൊണ്ട് റോട്ട പോകുമ്പോൾ ആന ഫ്രണ്ടിൽ പിണ്ടം ഇട്ടുകൊണ്ട് പോവാണ്. എന്താ ചെയ്യണത്? ആന പുരണ്ട അങ്ങ് പോയി. ഞാൻ പുറകിലവിടെ നിന്നു. ആന പോയി കഴിഞ്ഞിട്ട് ഞാൻ പാല് കൊണ്ട് കൊടുക്കാൻ പോയി. അതുപോലത്തെ അവസ്ഥയാണ്. രാവിലെ വൈകിട്ടൊന്നുമില്ല. അവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൽ 5 മണിക്ക് പാട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആന പോകും. അതുവരെ ആനയുടെ ശല്യങ്ങളാണ്. അതായത് നമ്മുടെ ദൈനംദിന ജീവിത ശൈലിയെ തന്നെ ഇത് ബാധിക്കുന്നു, റുട്ടീനെ തന്നെ ബാധിക്കുന്നു. ഒരു തവണ പാല് കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നപ്പോൾ റോഡിൽ പിണ്ടോട്ടേക്ക് ആന എവിടെ നിന്നു എനിക്കറിയില്ല. അപ്പോൾ ഒരു 5-5:30 മണി സമയമായി. അതുപോലെ തന്നെ വീടിൻ്റെ മുറ്റത്ത് അപ്പോൾ കുറച്ച് സ്ഥലമുള്ളൂ. അവിടെ കപ്പ നട്ടിട്ടുണ്ടായിരുന്നു. കപ്പ നേരം വെളുത്ത ഒരു 2-2:30 മണിയായപ്പോൾ പശു കിടന്ന് നിലവിളിക്കണായിട്ടു. പശു കിടന്ന് നിലവിളിക്കണായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആന മുറ്റത്ത് നിന്ന് ഈ കപ്പ പറിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. 2 ആനയുണ്ടായിരുന്നു. ഒച്ച എടുത്തിട്ടൊന്നും പുള്ളി പോകുമൊന്നുമില്ല, ലൈറ്റ് അടിച്ചാലും പോകില്ല. ആ കപ്പ മുഴുവൻ തിന്നതിന് ശേഷമാണ് ഇറങ്ങി പോയുള്ളൂ. ആ കൃഷി മൊത്തം നശിപ്പിച്ചു. അതുപോലെ തന്നെ ചക്ക ഇടാൻ വന്നു കഴിഞ്ഞാൽ ആന ചക്ക കയറി നിന്ന് കുലുക്കാണ്. അത് മനുഷ്യൻ പോലും അങ്ങനെ കുലുക്കൂല. അത് പുള്ളി നിലത്ത് ചാടി കഴിഞ്ഞാൽ 2 പ്രാവശ്യം ഇട്ടിട്ട് തിന്നാണ്ട് പോയി. നമ്മുടെ അധ്വാനത്തിന്റെ ഒരു ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. പിന്നെ എന്തുപോലെ കന്നാലി ശല്യം. ഇപ്പൊ കന്നാലി ആന വന്നു കഴിഞ്ഞാൽ കന്നാലി തൊഴുത്തിലേക്കണ കന്നാലി കയറ് പൊട്ടിച്ചോണ്ട് പോകും. അതാണ്, ഒരു രക്ഷയില്ല. പിന്നെ പട്ടി കുറയ്ക്കാന്ന് പറഞ്ഞാൽ അവിടെ വീടിൻ്റെ അടുത്ത്
പട്ടി വന്ന് ആന വന്ന് ലേളയുണ്ടാക്കിയിട്ട് ആ പട്ടി ഇപ്പൊ മിണ്ടുപോലും കൂടെ ഇല്ല. ആളി എന്നാ പോലും മിണ്ടണ്ടേ. തൊട്ടടുത്ത വീട്ടില് ആന വന്ന് ഈ ആന എന്തോ പട്ടീനെ ചെയ്തിട്ടുണ്ട്. പട്ടി പിന്നെ ആള് വന്നാലും കുറയ്ക്കില്ല, കന്നാലി വന്നാലും കുറയ്ക്കില്ല. മൊത്തം സൈലന്റ് ആണ് പട്ടി. പിന്നെ പട്ടി വരുമ്പോ ഈ ആന വരുമ്പോ പട്ടിയുടെ കുറയ്ക്ക് വേറെ പട്ടികളുടെ കുറയ്ക്ക് ഒരു മാറ്റമുണ്ട്. കന്നാലി വരുന്നതും ആള് വരുന്നതും ഈ ആന വരുമ്പോ ഒരു പ്രത്യേക സൈസ് കുറയാം. നമുക്ക് അടുത്ത ആൾ കൂടി ഒന്ന് പ്രതികരിക്കാം. എൻ്റെ പേര് പീറ്റർ. ഞങ്ങൾ വനാതിർത്തിയിലാണ് കുറച്ച് നാൾ മുമ്പ് വരെ താമസിച്ചിരുന്നത്. പ്ലാമ്പടി കോക്കണ്ട ഭാഗത്താണ് വീട് ഉണ്ടായിരുന്നത്. കുറച്ച് നാളായിട്ട് വടാശ്ശേരി ഭാഗത്തേക്ക് മാറി താമസിക്കുകയാണ്. ഏകദേശം ഒരു 10-12 വർഷമായിട്ട് ഉള്ളൂ കാട്ടാന ശല്യവും വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ഇത്ര രൂക്ഷമായി കോട്ടപ്പടി ഭാഗത്തൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ട്. അതിനു മുമ്പ് ആനയുടെ വലിയ ശല്യമോ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് അറിവില്ല. ഒരു 10-40-50 വർഷം മുമ്പൊക്കെ ആന എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വന്നു കടന്നുപോയി എന്നുള്ളതല്ലാതെ ആനയെക്കുറിച്ച് അങ്ങനെ വലിയ വാർത്തകളോ ഒന്നും കേട്ടിരുന്നില്ല. അന്ന് ഇത്രത്തോളം രൂക്ഷമായിരുന്നില്ല. ആന ഈ നമ്മുടെ ഈ പ്ലാമ്പടി അല്ലെങ്കിൽ കോട്ടപ്പടി പഞ്ചായത്തിൻ്റെ വടക്കേ അതിർത്തി എന്ന് പറയുന്നത് ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റേഷൻ, യൂക്കാലി വക്കേഷ്യ മാഞ്ചിയം പ്ലാന്റേഷനാണ്. ആ പ്ലാന്റേഷനിലേക്ക് ആന അങ്ങനെ കടന്നു വരാറുണ്ടായിരുന്നില്ല. കുറേ നാളുകളായി ഈ 8-10 വർഷമായിട്ടാണ് ആന കടന്നു വരാൻ തുടങ്ങിയത്. അങ്ങനെ ആന കടന്നു വരികയും ആദ്യം ആ അതിർത്തിയിലുള്ള ആളുകളുടെ കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചു. ഇവിടെ പലരും പറഞ്ഞതുപോലെ പലരും അത് ആസ്വദിക്കുകയും ആന ഇങ്ങോട്ടൊന്നും വരില്ല, അവിടെ വന്നല്ലോ ഒന്നും പോയി കണ്ടേക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി കണ്ട് കൃഷി നശിച്ചൊക്കെ കണ്ട് അങ്ങനെ ഒരു ആശ്വാസവാക്കൊക്കെ പറഞ്ഞ് ആളുകൾ അങ്ങനെ പിരിഞ്ഞുപോയി. ആളുകളുടെ ജനത്തിൻ്റെ ഇടയിൽ തുടക്കത്തിലെ ഒരു കൂട്ടായ്മയോ ഒരു സഹകരണം ഉണ്ടായില്ല ഇതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട്. ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും മനുഷ്യനേക്കാൾ കൂടുതൽ വന്യജീവികളെ സംരക്ഷിക്കാനുള്ള ആ ഒരു ഏർപ്പാടിൽ ആളുകളെയൊക്കെ വിരട്ടി ഓടിക്കുകയും വനത്തിൽ ആരും പ്രവേശിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശക്തമായ നിയമവും കള്ളക്കേസും ഒക്കെ എടുത്ത് ആളുകളെ ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ആനയുടെ ശല്യവും വന്യമൃഗങ്ങളുടെ ശല്യവും വർദ്ധിക്കാൻ തുടങ്ങി. അതിങ്ങനെ വന്ന് നമ്മുടെ ഇപ്പോൾ ഈ കോട്ടപ്പടി പഞ്ചായത്തിൻ്റെ വടക്കേ സൈഡ് കണ്ണക്കട, കൂവക്കണ്ടം, മുട്ടത്തുപാറ ഈ ഭാഗങ്ങളിലേക്ക് വ്യാപകമായിട്ട് ആന കടന്നു വന്ന് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറെ വർഷം കഴിയുമ്പോൾ ഈ കോതമംഗലം ടൗണിലേക്കൊക്കെ ഈ കാട്ടാന ഇറങ്ങാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. വളരെ ഈസി ആയിട്ട് ആന ഒരു ദിവസം വളരെ ഈസി ആയിട്ട് 8-10 കിലോമീറ്റർ ഒക്കെ സ്വാഭാവികമായ നടത്തം വരാൻ സാധിക്കുന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആനയ്ക്ക് ഇപ്പം നാളെ നമ്മൾ കേൾക്കുമ്പോൾ തൃക്കാരിയിലോ അല്ലെങ്കിൽ കോതമംഗലത്തോ ആന എത്തിയെന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു അതിശയോക്തിയുമില്ല. കാരണം ആളുകൾ ആനയെ കാണുമ്പോൾ അങ്ങ് മാറി നിൽക്കുക, ഭയന്ന് മാറി നിൽക്കുന്നു. ആന ഇപ്പം ശരിക്കും പറഞ്ഞാൽ വന്യമൃഗമല്ല, വളർത്തുമൃഗമാണ്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പശു വളർത്തുമൃഗമാണെന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആനയെ കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകത്തക്ക രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആനയെ ആളുകളങ്ങ് അടുത്ത് ഇടപെട്ടു, ആനയും മനുഷ്യനെ അടുത്തെറിഞ്ഞു. ആനയും അതുപോലെ വന്യമൃഗങ്ങളെല്ലാം നമ്മുടെ ഈ പ്രദേശത്തു കൂടി യഥേഷ്ടം മേയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒത്തിരി ആളുകളുടെ കൃഷി പലപ്പോഴായിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ പറമ്പിൽ കടന്ന് 4 വാഴ കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പരാതിയുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കിട്ടണമെങ്കിലും നഷ്ടം കിട്ടണമെങ്കിൽ അത് ഒത്തിരി സമയമെടുക്കും, ഒത്തിരി കഷ്ടപ്പെടണം. അതുകൊണ്ട് അധികം പേരും പോകുന്നില്ല. ഇത് പല പ്രാവശ്യം വരുമ്പോൾ നല്ല പോകുന്നില്ല. അപേക്ഷ കൊടുത്തവരോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇത് കിട്ടാത്തവരോ ആയിട്ടുള്ള ആൾക്കാരാണ് ബഹുഭൂരിപക്ഷവും. ഒത്തിരി പേര് അപേക്ഷ കൊടുക്കുന്നുണ്ട്, പക്ഷേ നഷ്ടം കാര്യമായ രീതിയിലൊന്നും കിട്ടുന്നില്ല. ഓക്കെ, വളരെ വ്യക്തം. ഞാൻ സമയപരിമിതി പോലെ ഒന്ന് ഇടപെടുകയാണ്. ഇനി രണ്ടുപേർ കൂടി ജനങ്ങളുടെ സൈഡിൽ രണ്ടുപേരുടെ ഒരു പ്രതികരണം എടുത്തതിന് ശേഷം നമുക്ക് അതിഥികളിലേക്ക് പോകാം. എൻ്റെ പേര് ജോർജ് എന്നാണ്. ഇന്ന് കാട്ടുമൃഗ ശല്യം വലിയൊരു വിപത്തായി മാറിയിരിക്കുകയാണ്. മനുഷ്യന് നേരെ വഴിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായി മാറിയിരിക്കുകയാണ്. കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. കൃഷി ചെയ്യുന്ന സാധനങ്ങളെല്ലാം കാട്ടുമൃഗങ്ങൾ, പന്നി, കുരങ്ങ്, ആന ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-15 ദിവസം മുമ്പ് എൻ്റെ പറമ്പിൽ കൂടെ ഒരു 15 കുരങ്ങന്മാർ വന്നുപോയി. അതുപോലെ മയില് ഇതൊക്കെ വന്നുപോയി. ഇനിയിപ്പോൾ കാട്ടാന വരാൻ വലിയ താമസമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ 2 കിലോമീറ്റർ അപ്പുറം വരെ ആന വന്നു കഴിഞ്ഞു. പേടിച്ചിട്ടാ കഴിയുന്നത് അല്ലേ? എന്താ? വളരെ പേടിച്ചിട്ടാണ് കഴിയണം. ഞാൻ ഇന്നിപ്പോൾ എൻ്റെ പറമ്പിൽ കുറേ വിയറ്റ്നാം പ്ലാവും തൈ അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഒരു 4 വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഈ പ്ലാവൊക്കെ വെട്ടിക്കളയേണ്ടി വരും. കാരണം ആന വന്ന് കണ്ടു കഴിഞ്ഞാൽ
പിന്നെ അവിടെ നിന്ന് പോകില്ല എന്ന് ഞാൻ ഇന്ന് അങ്ങനെ എൻ്റെ മനസ്സിൽ ഓർക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ജനം ഒത്തിരി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ജനം. എന്നാൽ നമ്മുടെ സർക്കാർ അതിനുവേണ്ടി യാതൊരു മുൻകരുതലോ ജനത്തെ രക്ഷിക്കാനുള്ള കാര്യങ്ങളോ ചെയ്യുന്നില്ല എന്നുള്ള ഒരഭിപ്രായമാണ് എനിക്കുള്ളത്. കാട്ടുമൃഗങ്ങൾ കാട്ടിലും മനുഷ്യർ നാട്ടിലും ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഇന്നത്തെ നമ്മുടെ സർക്കാർ ഉണ്ടാക്കേണ്ടതാണ്. പക്ഷേ സർക്കാർ കണ്ണടച്ചിരിക്കുകയാണ്. ഈ വനത്തിന് ചുറ്റും വലിയൊരു ഡ്രഡ്ജ് താത്തി കാട്ടുമൃഗങ്ങളെ പുറത്തേക്ക് ഇറക്കാത്ത വിധം കാട്ടിൽ തന്നെ ജീവിക്കത്തക്ക വിധത്തിൽ ആക്കിയെടുക്കുന്നതിന് നമ്മുടെ സർക്കാർ ചെയ്യുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ല. അതിനുള്ള സാമ്പത്തികയും പണവും ഒക്കെ സർക്കാരിനുണ്ട്. പക്ഷേ സർക്കാർ ഉറങ്ങിക്കിടക്കുകയാണ്. ഈ ജനം മുഴുവൻ എന്ത് ചെയ്യും? ഈ ഉറങ്ങിക്കിടക്കുന്ന സർക്കാരിനെ നമുക്ക് എങ്ങനെ ഉണർത്താൻ സാധിക്കും? എങ്ങനെ ഉണർത്താൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അത് ജനത്തിന്റെ കയ്യിലാണ്. അത് വോട്ട് ചെയ്ത് നമ്മളെ സഹായിക്കുന്ന ഒരു സർക്കാരിനെ വരുത്തി തീർക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റൂ. വളരെ വ്യക്തം. താങ്ക് യു. ഇനി വീട്ടമ്മമാരുടെ ഭാഗത്തുനിന്നൂടെ ഒരു പ്രതികരണം, അതിനുശേഷം അതിഥികളിലേക്ക് പോകാം. നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ടെൻഷനും ആ ഒരു പേടിയും ഒക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരൊക്കെ ജോലിക്ക് പോകുമ്പോൾ തിരിച്ചു വരുമോ എന്ന പേടിയിൽ കഴിയുന്ന പലരും ഇവിടെ ഉണ്ടെന്ന് ഇവിടെയുള്ളവരുമായി സംസാരിക്കുമ്പോൾ പലപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ വീട്ടമ്മമാർ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളും നിങ്ങൾ കടന്നു പോകുന്ന ആ ഒരു പ്രതിസന്ധികളെ പറ്റി ഒന്ന് വളരെ പെട്ടെന്ന് പങ്കുവച്ചു. ഞാൻ വനപ്രദേശത്തിൻ്റെ അടുത്തല്ല, അവിടുന്ന് കുറച്ച് മാറി മടത്തുംപടി എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് അവർ പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അവർ പറയാത്തത്. പക്ഷെ അവർ പല കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ അത് ഞാൻ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഇവരൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുമോ, അല്ലെങ്കിൽ രാത്രിയിലൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇറങ്ങാം എന്താ അവർ തമാശ രൂപയുടെ പറയുമെങ്കിലും ഞാനത് ചിന്തിക്കാറുണ്ട്. കാരണം ഇവർക്ക് ഇരുട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിലെ ടെൻഷൻ മുഴുവൻ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക എന്നുള്ളതാണ്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വീട്ടിൽ നിന്ന് കോള് വരുമ്പോൾ ഇവരുടെ ടെൻഷൻ ചുമ്മയാണെങ്കിൽ അവർ പറയാറുണ്ട്, ആന വല്ലതും വന്നിട്ടാണോ വീട്ടിൽ നിന്ന് വിളിക്കുന്നത്. അത്രമാത്രം കോൺഷ്യസ് ആണ് അവർ. ശരിക്കും പറഞ്ഞാൽ ഫിസിക്കലിയും അതുപോലെ മെന്റലിയും. അതുപോലെ ഇവരുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ എഡ്യൂക്കേഷൻ പേരൻസിന് മാത്രം മാനേജ് ചെയ്യാൻ പറ്റില്ല. ട്യൂഷന് വിടണം, മറ്റ് സ്ഥലങ്ങളിൽ വിടണം. പക്ഷെ അവർക്കൊന്നും ആഗ്രഹം ഉണ്ടെങ്കിലും ഇതിലേക്കൊന്നും കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ആണുങ്ങൾ വീട്ടിലില്ലെങ്കിൽ അവർക്കൊരു സ്ഥലത്ത് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല. അതെ, അവരുടെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ടതുപോലെ അവർ സമയത്ത് പോലും ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല. അത്രമാത്രം. കാരണം ഇവിടെയുള്ള വീട്ടമ്മമാരൊക്കെ അവരുടെ സ്ഥലങ്ങളിൽ അവർ ഫ്രീ ആയിട്ട് കുട്ടിക്കാലത്തും കോളേജിലും ഒക്കെ നടന്നവരാണ്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ അവർ ഒറ്റപ്പെട്ട് പോവുകയാണ്. അവർക്കൊന്നും പറ്റുന്നില്ല. അത് അവരുടെ എല്ലാം, ഈവൻ അവരുടെ കുടുംബജീവിതത്തെ ബാധിക്കുന്നുണ്ട്, കുട്ടികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ ഇന്നത്തെ വീട്ടമ്മമാർ ഈ ഏരിയയിലുള്ളവർ പോകുന്നുണ്ട്. ഞാൻ അവരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ഇവരുടെ ടെൻഷൻ കാണുമ്പോൾ ഞങ്ങളെ പോലെ ഉള്ളവർക്കും ടെൻഷനാണ്. ഈ പറഞ്ഞ പോലെ അധികം സമയം വേണ്ട ഞങ്ങളുടെ ഏരിയയിലേക്ക് അല്ലെങ്കിൽ കോതമംഗലം ഏരിയയിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ കുട്ടികളെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് സർക്കാരിനോടൊക്കെ പറയാനുള്ളത്, ഇങ്ങനെ ടി വി ഷോസിലൊക്കെ ഇതിങ്ങനെ കണ്ടു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ഞങ്ങളുടെ ജനങ്ങളുടെ മനസ്സറിയാനും ഒരു സാധാരണ ഇവരിപ്പോ രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൊസിഷൻ, അവരൊരു സാധാരണ ജനമായിട്ട് തന്നെ നമ്മുടെ ഇടയിൽ ജീവിച്ചവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പൊസിഷനിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ മനസ്സറിയാനും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും, ഒത്തിരി കാശ് മുടക്കി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇവരുടെ ആ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ആ മെന്റൽ ആയിട്ടുള്ള ടോർച്ചറിങ്ങിന്റെ ടൈമിൽ അവരുടെ കൂടെ ഇരിക്കാൻ, ആശ്വസിപ്പിക്കുക, അവർക്ക് പറ്റാവുന്നത് ചെയ്തു കൊടുക്കുക. അത്രയെങ്കിലും ചെയ്യണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം. വളരെ വ്യക്തമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളും ആവശ്യങ്ങളുമാണ് സർക്കാരിന് മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ തിരിച്ചു വരാം ജനങ്ങളിലേക്ക്. അതിനു മുമ്പ് ജെറൽ, പ്രത്യേകിച്ച് ജനങ്ങൾ വളരെയധികം ഭീതിയിലാണ് കഴിയുന്നത്. അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളെ ഈ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ എന്ന ഓമന പേരിട്ട് പലരും വിളിക്കാറുണ്ട്. ഒപ്പം അങ്ങനെ നമുക്ക് ഈ പ്രശ്നങ്ങളെ നമുക്ക് അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ സാധിക്കുമോ? അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, നേരത്തെ പ്രായമായിട്ടുള്ള ചേട്ടന്മാരൊക്കെ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അങ്ങ് ഈ വന്യജീവികളുടെ കൺസർവേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ്. എന്തുകൊണ്ടാണ് ഈ കാലയളവിൽ ഈ പ്രശ്നങ്ങൾ ഇത്രത്തോളം രൂക്ഷമാകുന്നത്? ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ സർക്കാരിന്റെ നിയന്ത്രിത സംവിധാനങ്ങൾക്കുള്ളിൽ കഴിയുന്ന വന്യമൃഗങ്ങളാണ് ആക്രമിക്കുന്നത്. അപ്പൊ ഈ ആക്രമണങ്ങൾ ഒരു തരത്തിൽ നമുക്ക് ഈ സർക്കാർ സ്പോൺസേഡ് ആക്രമണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുമോ ജെറൽ? ഉറപ്പായിട്ടും സാധിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2011 ആദ്യമായിട്ട് കൺസർവേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് NGO ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഇപ്പൊ നമ്മൾ വന്യമൃഗങ്ങളുടെ സെൻസസ് പ്രകാരം നമ്മൾ കാണാം, ഇവിടെ 2000 കടുവകളുണ്ട്, 8000 ആനകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ വനം വകുപ്പ് ഈ ഇടയ്ക്ക് ഒരുപാട് കണക്കുകൾ പുറത്തു വിടുന്നുണ്ട്.
ഈ സെൻസസിന് മുമ്പ് ഇവിടെ ഇവർ പറയുന്ന എണ്ണത്തിനേക്കാളും 10 മടങ്ങുണ്ടായിരുന്നു ആനകളുടെയും ഈ പറയുന്ന കടുവകളുടെയും വന്യമൃഗങ്ങളുടെ എണ്ണം. കാലാകാലങ്ങളിൽ നമ്മൾ ഇതുപോലെ തന്നെ അതിനെ വേട്ടയാടപ്പെട്ടു, അതിനെ കൊന്നുകളഞ്ഞാണ്, വനത്തിനുള്ളിൽ നിയന്ത്രിച്ച് നിർത്താൻ പറ്റി, നിയന്ത്രിച്ച് അതിനെ കൊന്നുകളഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാണ്ട് നമ്മൾ തന്നെ അതിനെ പലപ്പോഴും വേട്ടയാടൽപ്പെട്ട് അതിനെ കൊന്നുകളഞ്ഞാണ്. ഈ നമുക്ക് നമ്മുടെ ചേട്ടന്മാരോട് വെച്ചറിയാം, കോട്ടപ്പടി പഞ്ചായത്തിന് ഞങ്ങൾ 2014 ഇവിടുത്തെ ആദ്യമായിട്ട് ആനകളൊക്കെ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ വനം വകുപ്പിന്റെ ഒരു പഠനം നടന്നു. അതിൽ ഞാനൊരു ആക്റ്റീവ് മെമ്പറായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ആനത്താരകൾ, നിർജീവമായിരുന്ന ആനത്താരങ്ങൾ ഇവിടെ അതിനൊരു ജീവൻ വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ 2011 മുമ്പ് ഇവിടെ പുഴയ്ക്ക് അക്കരെ ഉണ്ടായിരുന്ന കരിമ്പാനി പോലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന ആനകൾ, അല്ലെങ്കിൽ ഇടമലയാറ് ടോപ്പിന് മേലുണ്ടായിരുന്ന പുൽമേടിന് മേലുണ്ടായിരുന്ന ആനകൾ എന്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതിലൊരു പകുതി, ഒരു ഭൂരിപക്ഷവും സർക്കാരിന്റെ ഭാഗത്താണ് അതിന്റെ മിസ്റ്റേക്ക് കൂടുതൽ. കാരണം അക്കാലങ്ങളിൽ നമ്മൾ ഈ പറയുന്ന സ്വാഭാവിക വനത്തില് അടിക്കാടുകളുള്ള സ്വാഭാവിക വനമേഖലകളിൽ ഈ പറയുന്ന മൃഗങ്ങളെല്ലാം സുന്ദരമായിട്ട് ജീവിച്ചു പോയിരുന്നതാണ്. 1970 നമ്മുടെ സർക്കാരിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 70കളിൽ സർക്കാർ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ കാടുകളെല്ലാം വെട്ടിത്തെളിച്ചിട്ട്, കൂടുതലും മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനാണ്, അവിടെ തേക്കും ഈ പറയുന്ന നമ്മുടെ അക്വേഷ്യയും യൂക്കാലിപ്സിനും വേണ്ടിയിട്ട് അവർ കൊടുത്തു. ആ അടിക്കാടുകൾ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ യൂക്കാലിപ്സും ഈ തേക്കും ഇതുപോലുള്ള മരങ്ങളും വെച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അടിക്കാടുകൾ ഉണ്ടാവില്ല, അവിടുത്തെ വാട്ടർ സോഴ്സ് കുറയും, സ്വാഭാവികമായിട്ടുള്ള വാട്ടർ സോഴ്സ് കുറയും. നമുക്ക് ഈ ആനകൾ പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുങ്ങൾക്ക് വലിയ മഴ പെയ്യുമ്പോൾ, നല്ല ശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ അതിന്റെ ശരീരത്തിലുള്ള ലവണാംശം നഷ്ടപ്പെടും. അപ്പൊ അതിന് ഉപ്പുരസമുള്ള ഭക്ഷണം വേണം. അപ്പൊ അത് കാട്ടിൽ തന്നെയുണ്ട്, അത് ഈ അടിക്കാടുകളുള്ള വിവിധ ഇനം ചെടികളിൽ തന്നെയുണ്ട് ഈ ഉപ്പുരസമുള്ള ഭക്ഷണം. ഈ ഘട്ടങ്ങളിൽ അടിക്കാടുകൾ നഷ്ടപ്പെടുകയും ആനകൾ ഈ മനുഷ്യവാസമുള്ള പ്രദേശങ്ങൾക്ക് വരാനുള്ള ഒരു റീസൺ ഈ പറയുന്ന വലിയ മഴകൾ കഴിയുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വലിയ മഴകൾ ഇപ്പൊ വേനക്കാണ്, അതിന്റെ ശരീരത്തിലുള്ള ലവണാംശം നഷ്ടപ്പെടുമ്പോൾ അത് ഉപ്പുരസമുള്ള ഭക്ഷണങ്ങൾ തേടിയിട്ടാണ് കൂടുതലും ഈ ജനവാസമുള്ള മേഖലകൾക്ക് വരിക. ഇവിടെ നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ ഇതിൽ വനം വകുപ്പ് തന്നെ പെർമിഷൻ കൊടുത്ത സർക്കാർ സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ പൂതത്താങ്കെട്ട് മുതൽ മലയാറ്റൂർ വഴിയും കാട് നെടുവേ കീറി 10-15 അടി താഴ്ചയിൽ ഒരു കനാല് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പലരും അത് പോയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നുന്നു. വനത്തിനുള്ളിലേക്കുള്ളൊരു കനാലാണ്. അതിൽ 4-5 സ്ഥലങ്ങളിൽ മാത്രമേ ഒരു പാസേജ് ഉള്ളൂ. ഈ പാസേജ് പലപ്പോഴും ആന 1-2 പാസേജിലാണ് ആന കയറുള്ളൂ എന്നവർ പറയുന്നത്. ആന കടന്നു വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും തിരിച്ചു പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഇവിടെയുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന്. പിന്നെ അതുപോലെ തന്നെ ഈ വാട്ടർ സോഴ്സുകൾ, നമ്മൾ ഈ പറയുന്ന സ്വാഭാവിക വാട്ടർ സോഴ്സുകൾ ഈ മഴയുടെ ലഭ്യതക്കുറവൊക്കെ കൊണ്ട് തന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാർ പറയുന്ന പോലെ ഈ കാർബൺ ഫണ്ടിന് വേണ്ടിയിട്ടൊക്കെ അവര് ഈ വനത്തിന്റെ വിസ്തൃതി കൂട്ടുന്നുണ്ട്. പക്ഷെ വനത്തിന്റെ വിസ്തൃതി അല്ല കൂട്ടുന്നത്, ആ ഭൂമിയുടെ വിസ്തൃതിയാണ് അവർ കൂട്ടുന്നത്. ഇപ്പോ മെയ്മോളൊക്കെ പറഞ്ഞ ഒരു സ്ഥലം അനുസരിച്ച് നമ്മുടെ പട്ടയമുള്ള ഭൂമി സർക്കാർ ഏറ്റെടുക്കുമ്പോൾ അത് വനത്തിന്റെ ലിസ്റ്റിലാണ് പെടുന്നത്. അവിടെ ഒരിക്കലും ഒരു സ്വാഭാവികമായിട്ടുള്ള മരങ്ങളോ സ്വാഭാവികമായിട്ടുള്ള ഒരു പുൽമേടോ അവിടെ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് ഈ കേരളത്തിൽ ഈ വനവിസ്തൃതി കൂടി എന്നൊക്കെ പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതായിരിക്കും. ഇത് തന്നെയാണ്, നമ്മൾ അല്ലാണ്ട് ഭൂമി വികസിക്കില്ല. ജനങ്ങൾ പട്ടയമുള്ള ഭൂമിയിൽ നിന്നും ആധാരമുള്ള ഭൂമിയിൽ നിന്നും ജനങ്ങൾ ഇറങ്ങിപ്പോയി അത് സർക്കാരിനെ ഏറ്റെടുത്ത് കൊടുക്കുമ്പോഴാണ് അവിടെ വനത്തിന്റെ വിസ്തൃതി ഓരോ വർഷം വർദ്ധിക്കുക. അപ്പൊ അതൊരു റീസണാണ്, സർക്കാർ സ്പോൺസേർഡ് എന്ന് പറയാനുള്ള മെയിൻ റീസൺ ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ശരിക്കും ഒരുപാട് റെമഡീസും സർക്കാരിന്റെ തന്നെയുണ്ട്. ഇവരിത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. ഇപ്പൊ ഞങ്ങള് ഒരു 2 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കോതമംഗലം PWD ഓഫീസിൽ ഒരു ചർച്ച കൂടുകയുണ്ടായി. അപ്പൊ അതിനകത്ത് ഒരു ചേട്ടൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞ വളരെ നല്ലൊരു ആശയമാണ്, നമുക്ക് ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആ ചേട്ടൻ പറഞ്ഞത്, പാണിയേലി പോര് മുതൽ ഭൂതത്താങ്കെട്ട് വരെ 10 മീറ്റർ താഴത്തില് ട്രെഞ്ച് കത്ത് വനഭൂമിയിൽ ആൾക്കാർക്ക് കടന്നു പോകാനായിട്ട് മാത്രം പാലങ്ങൾ, ഒരു രൂപയിലും സർക്കാരിന് വേണ്ട, ഇവിടുത്തെ മണ്ണ് മാഫിയക്കാരെ ഏൽപ്പിച്ചാൽ മതി, അവരത് സൗജന്യമായിട്ട് ചെയ്തു തരും. കാരണം 10 മീറ്റർ താഴത്തിൽ അവർ ചെയ്തു തരും, സർക്കാർ ഒരു രൂപയിലും നഷ്ടമില്ല. പുള്ളി പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. ഒരു നിമിഷം എല്ലാവരും സൈലന്റ് ആയി. പക്ഷെ അയാൾ പറഞ്ഞത് വളരെ ക്രിസ്റ്റലായിട്ടുള്ള കാര്യമാണ്. അതല്ലാണ്ട് നിലവില് ഇന്ന് കോട്ടപ്പടി പഞ്ചായത്തിൽ അല്ലെങ്കിൽ സമീപ പഞ്ചായത്തുകളിൽ ട്രെഞ്ച് അല്ലാണ്ട് വേറൊരു മാർഗ്ഗമില്ല. കാരണം ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ഈ വടക്കും ഭാഗത്ത് വരുന്ന നമ്മുടെ മെമ്പർ ഉൾപ്പെടെ ഉണ്ട്, അവിടെയാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടൊരു പ്രദേശങ്ങളുള്ള ഒരു സാധനം. അവിടുത്തെ ഈ പറയുന്ന നമ്മുടെ ഫെൻസിങ് ഇവർ ഈ അക്വേഷ്യ വെട്ടാൻ വേണ്ടിയിട്ട് 4-5 കിലോമീറ്ററിൽ തറച്ചിട്ടേക്കാണ്, പൊട്ടിച്ചിട്ടേക്കാണ്, സർക്കാർ തന്നെ പൊട്ടിച്ചിട്ടേക്കാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പൊട്ടിച്ചിട്ടേക്കാണ്. ഇപ്പൊ ആനയെ ഓടിക്കലോ ആനയെ തടസ്സപ്പെടുത്താനോ അവരുടെ ഒന്നുമില്ല. ഇറങ്ങി പോകുന്നു, ഈ പറയുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് തിരിച്ചു കയറി.